So this right here is the all new Honda Elevate Signature Black Edition. ഇത് Honda Elevateന്റെ രണ്ടാമത്തെ സ്പെഷ്യൽ എഡിഷൻ ആണ്. 3 months back they launched the Apex Edition. Apex Edition is based on V and VX trim. Signature Black അല്ലെങ്കിൽ Black Edition എന്ന് പറഞ്ഞാൽ ബേസ് ചെയ്തിരിക്കുന്ന ടോപ്പ് സ്പെസിഫിക് മോഡൽ ZX-ലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വോക്ക് റൗണ്ട് ആണ് Honda Elevateന്റെ Black Signature Editionന്റെ. Before starting this video, showroom details സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. Please like, share and subscribe to my channel. Let's get started. എക്സ്റ്റീരിയറിൻ്റെ കാര്യം പറയുന്നത് ഫ്രണ്ട് പ്രൊഫൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹെഡ് ലാംപ്സ് ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഓൾ LED സെറ്റപ്പാണ് ഫോഗ് ലാംപ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഗ്രിൽസിൻ്റെ കാര്യം പറയുന്നത് ഓൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഹോണ്ടയുടെ ലോഗോ ക്രോമിലാണ് കൊടുത്തിരിക്കുന്നത്. സ്കിഡ് പ്ലേറ്റ്സ് ബ്ലാക്ക് ഡോട്ട് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. വിൻഷീൽഡിലായിട്ട് തന്നെ ഹോണ്ട സെൻസിങ് എഡാസ് ലെവൽ 2ൻ്റെ ക്യാമറാസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പ്രൊഫൈൽ ലുക്സ് അഗ്രസീവ്. ബാക്ക് പ്രൊഫൈലിലോട്ട് വരുവാണ് സിഗ്നേച്ചറിൻ്റെ ബാഡ്ജ് കാണാം. 17-inch അലോയ് വീൽസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഓൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ക്ലാഡിങ്സും ബ്ലാക്ക് ഫിനിഷിലാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നിയർലി 220 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നോർമൽ ബ്രേക്സ് ആണ് ബാക്കിൽ വരുന്നത്. 4.3 മീറ്റേഴ്സിൻ്റെ അടുത്താണ് ലെങ്ത് വരുന്ന. അത്യാവശ്യം വിൻഡോ ഏരിയ ഓഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റൂഫ് റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റീന വരുന്നുണ്ട്. സൺ റൂഫും ഈ വാനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൈഡ് പ്രൊഫൈലിൻ്റെ വിശേഷങ്ങൾ. ബാക്ക് പ്രൊഫൈലിൻ്റെ കാര്യം ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈപ്പേഴ്സ് വരുന്നുണ്ട്. ഡീഫോക്കസും ഓഫർ ചെയ്യുന്നുണ്ട്. എലിവേറ്റ് ബ്ലാക്ക് എഡിഷൻ്റെ ബാഡ്ജ് വരുന്നുണ്ട്. IV ടെക്കിൻ്റെ ബാഡ്ജ് വരുന്നുണ്ട്. LED ടൈൽ ലാംപ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ലുക്സ് റിയലി ഗുഡ്. ബമ്പേഴ്സ് ആണ് ബ്ലാക്ക് ഡോട്ട് ഫിനിഷിലാണ് വരുന്നത്. നമുക്ക് ബൂട്ട് സ്പേസ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ 458 liters ഓഫ് ബൂട്ട് സ്പേസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ബൂട്ട് ക്ലോസ് ചെയ്തിട്ട് ഇൻറ്റീരിയറിലോട്ട് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഡ്രൈവർ സൈഡ് ചെക്കൗട്ട് ചെയ്യാം. ഡ്രൈവേഴ്സ് വ്യൂ ഒന്ന് നോക്കുകയാണെങ്കിൽ നോർമൽ എലിവേറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഓൾ ബ്ലാക്ക് ആയിട്ടുണ്ട്. വേറെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഫുൾ ബ്ലാക്ക് എലമെൻറ്റ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ടാണ് ഡോർ പാനൽസ് ആംബിയൻ ലൈറ്റിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് എല്ലാം ബ്ലാക്ക് ഡോട്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് വിൻഡോ കൺട്രോൾസ് ഓവറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ട്വീറ്റേഴ്സ് വരുന്നുണ്ട്. സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഈ വേരിയൻറ്റിൽ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന ആംബിയൻ ലൈറ്റിൻ്റെ സ്വിച്ചസ് ആണ്. പിന്നെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് എല്ലാം ബ്ലാക്ക് ഡോട്ട് ആക്കിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലാണെങ്കിൽ ഓൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഓഫർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്രോം ഇൻസേർട്ട് എല്ലാം മാറ്റിയിട്ട് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നിരിക്കുന്നത്. സിഗ്നേച്ചർ ബ്ലാക്ക് എഡിഷൻ അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റേഴ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്ന. ടാക്കോമീറ്റർ, GeForce മീറ്റർ ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. എഡാസ് റിലേറ്റഡ് ഫംഗ്ഷൻസ് എല്ലാം ഷോക്കേസ് ചെയ്യുന്നതാണ്. 10.25 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ്ലി സപ്പോർട്ട് ചെയ്യുന്ന ടച്ച് സ്ക്രീനാണ് ഓഫർ ചെയ്തിരിക്കുന്നത് വിത്ത് ഹോണ്ട കണക്ട് ഫീച്ചർ. ഓട്ടോമാറ്റിക് AC കൺട്രോൾസ് വരുന്നുണ്ട്. വയർലെസ് ചാർജറും ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ USB പോർട്സും അത്യാവശ്യം വലിയ സ്റ്റോറേജ് ഏരിയയാണ് ഈ വാഹനത്തിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത്. ഗിയർ നോബാണ് ലെതർ റാപ്ഡാണ് വരുന്നത്. ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. നമുക്ക് ഇതിൽ കൂടെ തന്നെ റിവേഴ്സ് ക്യാമറ ആക്സസ് ചെയ്യുകയാണെങ്കിൽ 2 ക്യാമറാസാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ അല്ലാതെ തന്നെ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ഡോട്ട് ഫിനിഷിലാണ് ഹാൻഡ് ബ്രേക്കും വരുന്നത്. ആംറെസ്റ്റും ബ്ലാക്ക് ഡോട്ട് ഫിനിഷിലാണ് വരുന്നത്. ഇൻറ്റീരിയർ ഓവറോൾ ബ്ലാക്ക് തീമിലാണ് വരുന്നത്. ഡാഷ്ബോർഡ് ഫിനിഷ് ആണെങ്കിൽ ബ്ലാക്ക് തീമാണ്. സീറ്റ്സ് ആണെങ്കിൽ ബ്ലാക്ക് തീമാണ്. ഡേ നൈറ്റ് ടയറിംഗ്സ് ഓഫർ ചെയ്തിട്ടുണ്ട്. വാനിറ്റി മിറേഴ്സ് ഫോർ ബോത്ത് കോ പാസഞ്ചർ ആൻഡ് ഡ്രൈവർ സൈഡ്. സിംഗിൾ പെയിൻ സൺറൂഫും ഈ വാഹനത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ LED റീലിംഗ് ലാംപ്സും ഓഫർ ചെയ്തിട്ടുണ്ട്. റിയർ സീറ്റ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡോർ പാനൽസിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതും ബ്ലാക്ക് ഡോട്ട് ഫിനിഷിലാണ് വരുന്നത്. പിന്നെ ഇൻറ്റീരിയറിലെല്ലാം ബ്ലാക്ക് തീമാണ് വരുന്നത്. സീറ്റ്സ് ആണ് ബ്ലാക്ക് തീമിലാണ് വരുന്നത്. AC വെൻസ് വരുന്നുണ്ട്. അതിൻ്റെ താഴെ തന്നെ 12 വോൾട്ടിൻ്റെ സോക്കറ്റും വരുന്നുണ്ട്. 3 pointed സീറ്റ് ബെൽറ്റ്സ് ഫോർ ഓൾ ദി പാസഞ്ചേഴ്സ്. പിന്നെ സെൻട്രൽ ആംറെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. പിന്നെ മാഗ്സിൻ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. മൊബൈൽ ഹോൾഡർ ഫോർ ബോത്ത് പാസഞ്ചർ ആൻഡ് കോ പാസഞ്ചർ സൈഡ്. റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്. എലിവേറ്റിൻ്റെ മെക്കാനിക്കൽ ആസ്പെക്റ്റ് ഒന്നും ചേഞ്ച് ആയിട്ടില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ചെക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഞാൻ റിവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹോണ്ട എലിവേറ്റ് സിഗ്നേച്ചർ ബ്ലാക്കിൻ്റെ ഒരു ഡീപ്പ് വ്യൂ അല്ലെങ്കിൽ ചെറിയൊരു വോക്ക് റൗണ്ട് എന്ന് പറഞ്ഞാൽ. ബിഫോർ എൻഡിങ് ദിസ് വീഡിയോ ഷോറൂം ഡീറ്റെയിൽസ് സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ബൈ.